ആ ഞാൻ വിളിക്കാം. ആ ആ സത്യ, ഓൺലൈനിൽ സെർച്ച് ചെയ്ത് 1-2 ഹോട്ടലിൽ ഞാൻ വിളിച്ചു. അതിൽ ഒരിടത്ത് റൂമുണ്ട്, പക്ഷേ റെൻ്റ് അല്പം കൂടുതലാണ്. വെക്കേഷൻ ആയതുകൊണ്ടാവും. ആ അത് സാരമില്ല, ഒരു 3 റൂം പറയാമല്ലേ? ആ ഇന്ദ്രേട്ടനും മേടത്തിക്കും മോനും ഒരു മുറി വേണ്ടേ? ശ്യാമിനും സോനിക്കും ഒരു മുറി, ഞാനും അമ്മ ഒരു മുറി തങ്ങിക്കോളാം. അല്ല, പ്രതിഭയും കൂടി വന്നിരുന്നെങ്കിലേ ഭാര്യ ഭർത്താക്കന്മാരെല്ലാവരും കൂടി എന്നെ വല്ല വരാന്തയിലും കൊണ്ട് കിടത്തുമായിരുന്നല്ലോ. അവനവന്റെ സുഖത്തിന് വേണ്ടി പെറ്റമ്മയെ പോലും മറക്കുന്നൊരു മക്കള്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? സത്യേട്ടൻ അമ്മയുടെ മകനല്ലേ? ഇനി അമ്മയ്ക്ക് എന്റെ മുറി കിടക്കണോ? കിടന്നു. ശ്യാമേട്ടന് സത്യേട്ടനും ഒരു മുറി കിടന്നോളൂ. അത് മതി സോനെ, നിങ്ങൾ പെണ്ണുങ്ങൾ ഒരുമിച്ച് കിടന്നോ. ഞാൻ സത്യന് മാറിക്കിടന്നോളാം. എനിക്കെന്താ, ശരി, ഞാൻ എന്തായാലും 3 റൂം ബുക്ക് ചെയ്യാൻ പോവാം. അല്ല, അതെന്തിനാ ഈ 3 റൂം? ഞങ്ങള് 3 പെണ്ണുങ്ങളും കൂടി ഒരു മുറി കിടന്നോളാം. അതുപോലെ നിങ്ങൾ 3 ആണുങ്ങൾ ഒരു മുറി കഴിയുവാണെങ്കിലേ 2 റൂം പോരെ? ഇന്ദ്രേട്ടാ, അത് മതി. ഒരു റൂമിന്റെ പൈസ ഇന്ദ്രേട്ടന് ലാഭമാവുമല്ലോ. വിച്ചുമോനെ ഞങ്ങളുടെ കൂടെ കിടത്തിക്കോളാം. ശരി, എന്നാ പിന്നെ 2 റൂം പറയാം. നമുക്ക് പോവാം. ഡെക്കറേഷന്റെ ആൾക്കാർക്ക് എപ്പോ വരും? അവരൊക്കെ രാവിലെ തന്നെ എത്തും. അവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. ഒന്നിനും ഒരു കുറവും വരില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണേ. ആ ശരി, പറഞ്ഞേക്കാം. എന്നാ ഇറങ്ങട്ടെ. പപ്പേട്ടാ, ആ നമുക്ക് പോവാം. ആ പോയേക്കാം. വിനയ ഇറങ്ങുക. അപ്പടാ, നാളെ നേരത്തെ എത്തണം കേട്ടോ. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ദിനേച്ചി, ആ ശരി വിനയ. ആ അതിവിടെ പറഞ്ഞ നേരത്തെ എത്തണേ, സമയത്തിന് മാറ്റമൊന്നുമില്ല. ആ ഓക്കെ ഓക്കെ, ശരി ശരി. വിളിക്കാനുള്ളവരെയൊക്കെ നീ വിളിച്ചില്ലേ? ആരെയും വിട്ടുപോയിട്ടില്ലല്ലോ? ഇല്ലെന്നാ തോന്നുന്നത്. ആദ്യം വിളിച്ചു പറഞ്ഞവരൊക്കെ ഒന്നും കൂടി വിളിച്ച് ഓർമ്മിപ്പിക്കണം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ വേണം വേണം. ആളുകൾ വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഞാന് കുറച്ചു പേരെ കൂടി വിളിക്കട്ടെ. ആ ഹലോ, ആ നാളെയാണ് നമ്മുടെ ഉദ്ഘാടനം. ആ നേരത്തെ എത്തിയേക്കണേ. ശരി ശരി, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വിളിച്ചാണേ. ശരി. ആ എന്താ, എവിടെയാ? നാളത്തെ കാര്യം മറന്നില്ലല്ലോ അല്ലേ? അയ്യോ, ടൂറിലോ? ആ അതെന്ത് പണിയാടാ. ഉദ്ഘാടനം കഴിച്ചിട്ട് പോരായിരുന്നോ? ആ എന്നാ ശരി, വന്നിട്ട് കടയിലോട്ട് വരണേ. ഓക്കെ. ഇന്ദ്രന്റെ ഫാമിലി ടൂറിലാ. അവരപ്പം നാളെ കാണില്ലായിരിക്കും അല്ലേ? ഇല്ല, അല്ലെങ്കിൽ അവൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ വിളിച്ചതേ ഉള്ളൂ. എന്റെ വിനയ, നിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ. അമ്മ എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കാതെ ചീരൂനെ ഒന്ന് വിളിക്കും. നാളെ അവർ എപ്പോഴത്തേക്ക് എത്തുന്നൊക്കെ ചോദിക്കും. ശരിയാ ലതികേ, നീ ചീരുമോളെ വിളിക്ക്, ഞാൻ ഡയലി തരാം. ഹലോ. ആ ചീരുമോളെ, അമ്മയാ. മനസ്സിലായമ്മ? എന്തായമ്മ, മക്കളൊക്കെ ഉറങ്ങിയോ? അവരെപ്പോഴേ ഉറങ്ങി. ഞാനും ചേട്ടനും വിനയനും കൂടി നാളെ ചടങ്ങിന് വരേണ്ടവരെയൊക്കെ ഒന്നുകൂടി വിളിക്കുമായിരുന്നു. അവിടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ അമ്മ? ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ വരാത്തതിന്റെ കുറവേ ഉള്ളൂ. ഞങ്ങള് കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കോളാം അമ്മ. ഞാൻ വണ്ടി അയക്കണോ ചോദിച്ചു. വണ്ടി അയക്കണോന്ന്. ആ വിനയൻ ചോദിക്കാ വണ്ടി അയക്കണോന്ന്. ദാസങ്ങള് വണ്ടി അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതില് വന്നോളാം. ആ ശരി മോളെ, ബാക്കി നാളെ നേരി കാണുമ്പോ സംസാരിക്കാം. ആ മോളെ, മോനെ ഉറങ്ങിയോ? ഉറങ്ങിയമ്മ.
ആ